വാ മോളെ. എങ്ങനെയുണ്ട് മോളെ? നിനക്കൊന്നും പറ്റില്ലല്ലോ. അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. അവനാ എന്നെ രക്ഷിച്ചത്. പ്ലീസ് ഡാഡി, പ്ലീസ്. അവനെ വിട്ടേക്ക്. അവൻ എന്തായാലും പറ്റിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. സത്യമായിട്ട് ഞാൻ ജീവിച്ചിരിക്കില്ല ഡാഡി. പ്ലീസ് ഡാഡി, ഐ വാണ്ട് ഷരൺ ഡാഡി, പ്ലീസ്. ഡേയ് വിടടാ അവനെ. ഡാഡി പ്ലീസ്. ഡാഡി പ്ലീസ് ഡാഡി. ഡാഡി ഷരൺ. ശരൺ 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 ശരൺ. ഏയ് എന്തേത്? all of you leave out, all of you get out. നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? why are you crying? മോളൊന്ന് ആലോചിക്ക്. നീ ഇവിടെ എപ്പോ വന്നു? എപ്പോഴാ അവനെ കണ്ടത്? എപ്പോഴാ പ്രേമിച്ചത്? എന്താ ഇത്? യു നോ ഹൂ ഹി ഈസ്? കഞ്ഞിക്ക് വകയില്ലാത്തവൻ. ജീവിക്കാൻ വേണ്ടി ബാങ്കോക്കിലേക്ക് വന്നവൻ. എ ലോ ക്ലാസ് ഗൈ. എനിക്ക് ലോ ക്ലാസിനെ മതി. വാട്ട്? ഐ വാണ്ട് ദാറ്റ് ലോ ക്ലാസ് ഗൈ. നിങ്ങളുടെ ജനറേഷൻ മൊത്തം ഇതങ്ങ് ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കണോ? പണമുള്ളവർ ഇല്ലാത്തവരോട് ഇറങ്ങി പോവുക, ഇല്ലാത്തവരുള്ളവരെ ലൈൻ അടിക്കാൻ നടക്കുക. വല്ല യൂണിയൻ ഉണ്ടാക്കാൻ ഉദ്ദേശമുണ്ടോ? ഈ ഇല്ലാത്തവരിൽ എന്താണ് ഇത്ര അട്രാക്ഷൻ? That's called love. ലവ്? ലവ്? ചെറുപ്പം മുതലേ ഇതിനെക്കുറിച്ച് അറിയാറുണ്ടോ? അതോ പിന്നീട് ഇതിനെക്കുറിച്ച് പഠിച്ച് PhD എടുത്താണോ? ഡോ, ഇവിടെ സാധാരണ സ്കൂളാണോ ചേർത്തത് അതോ വല്ല ലവ് സ്കൂളായിരുന്നോ? ഡാഡിക്ക് സ്നേഹം എന്താണെന്ന് അറിയില്ല. അറിയില്ല? പറ, എന്താ? എനിക്കറിയില്ല സ്നേഹം എന്താണെന്ന്. നീ പറ. നിനക്കറിയോ? ക്രോർസ് ഓഫ് ബിസിനസ്, ലാക്സ് ഓഫ് പ്രോബ്ലംസ്. ഏത് വലിയ മീറ്റിംഗ് ഉണ്ടെങ്കിലും ഓരോ മണിക്കൂറിൽ എന്റെ മോൾക്ക് എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കും ഞാൻ. എന്താ? ഭ്രാന്തോ? സ്നേഹമല്ലേ? എന്റെ മോളെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ നെഞ്ചു വല്ലാതെ വേദനിച്ചു. അതിനെന്താ പറയേണ്ടത്? സം ഹെൽത്ത് പ്രോബ്ലം, ജനറൽ ഹാർട്ട് അറ്റാക്ക്. സ്നേഹമല്ലത്. 2 ദിവസമായിട്ട് ഉറങ്ങാനേ പറ്റുന്നില്ല എനിക്ക്. അതെന്താണ്? സം ഫോബിയ ഫിയർ അല്ലേ? സ്നേഹമല്ല. ഇത്രയും നാളും നിന്നെ വളർത്തി വലുതാക്കി ഞാൻ കാണിച്ചതൊക്കെ റെസ്പോൺസിബിലിറ്റി. ഇന്നലെയോ മിനിഞ്ഞോന്നോ വന്നോ നിന്നെ 2 ദിവസം നോക്കി നിനക്ക് സ്നേഹമാണത്രേ സ്നേഹം. മക്കളെക്കാളും പട്ടികളെ വളർത്തുന്നാടോ ബെറ്റർ. വീട്ടിൽ തന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. തെരുവിന് എത്ര നല്ല നായ്ക്കൾ വന്നാലും കുരയ്ക്കുമെന്നല്ലാതെ ഇറങ്ങിപ്പോവില്ല. ട്രൂ ഡാഡ്. ഡാഡിക്ക് നല്ലൊരു ഡോഗിനെ ഞാൻ ഗിഫ്റ്റ് ആയി തരാം. എന്നെ വിട്ടേക്ക്. തന്നോ? എന്തിനാ വൈകുന്നേ? മകളെ പഠിക്കാൻ അമേരിക്കയിലേക്ക് അയക്കുന്നതിനേക്കാൾ അവിടെ നിന്ന് ഒരു പട്ടിയെ കൊണ്ടുവരുന്നതന്നെ ബെറ്റർ. എടോ സുബ്രഹ്മണ്യം സർ, നെക്സ്റ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യ്. അതില്ലെങ്കിൽ ചാർട്ടർ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യ്. ജസ്റ്റ് സെൻഡ് ഹർ അവേ. ശരി സർ. ഇത്രയ്ക്ക് ഇവള് വളർന്നല്ലേ? ഇവള് ശരിക്കും എന്റെ മോള് തന്നെ. സഞ്ജന, സഞ്ജന, സഞ്ജന. ഇന്നലെ നിന്റെ ഡാഡിയോട് ഞാൻ സംസാരിച്ചു. എത്ര വേണം പറയടാ? കേൾക്കുന്നുണ്ടോ? എത്ര വേണം? എന്താ തരില്ലേ? സംസാരിക്കടാ. എന്ത് തന്നാലും തരില്ലേ? എടാ, നിന്റെ അമ്മയെ തന്നെ തരാവോ? എന്താ? ഏത് അമ്മയ്ക്ക് വേണ്ടിയാണോ നീ ജയിലിൽ പോയത് ആ അമ്മയെ തന്നാൽ എന്റെ മോളെ തരാവോ? 12 വർഷം നീ ജയിലിൽ കിടന്നില്ലേ അമ്മയ്ക്ക് വേണ്ടിയിട്ട്? ആ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയോ നിനക്ക്? സത്യമാണ് ഞാൻ പറയുന്നത്. നിന്റെ അമ്മയെ ഞാൻ തരാം. എന്റെ മകളെ നീ എനിക്ക് തരണം. എന്താ? അമ്മ വേണോ? 24 മണിക്കൂറിനുള്ളിൽ നിന്റെ അമ്മ ബാങ്കോക്കിൽ ഉണ്ടാവും. നീ വാക്ക് പാലിക്കുകയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അവരെ ബാങ്കോക്കിൽ എത്തിച്ചിരിക്കും. അതുകൊണ്ട് നിനക്ക് നിന്റെ ഡാഡി ഉണ്ടല്ലോ. പക്ഷെ എന്റെ അമ്മയ്ക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല. നീ നിന്റെ ഡാഡിയുടെ കൂടെ പോയിക്കോ. ശരൺ, നീ എന്തായി പറയുന്നത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ?
Sharon, Sir. Daddy. ഒരു മിനിറ്റ് സർ. എന്റെ അമ്മ ജീവനോടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല. ഇത്ര നാളും അമ്മയോർത്ത് എത്ര വിഷമിച്ചു എന്ന് എനിക്കറിയും. ഒരുപാട് നന്ദിയുണ്ട് സർ. താങ്ക് യു സർ, താങ്ക് യു. എനിക്ക് നിങ്ങളുടെ മോളെ വേണ്ട സർ. എനിക്ക് എന്റെ അമ്മയെ മതി. ഞാൻ നിങ്ങളോട് എന്നും നോ നോ കടപ്പെട്ടിരിക്കുന്നു. നോ നോ ഡോണ്ട് ഡു പ്ലീസ്. നോക്ക്, ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ മോളോടുള്ള സ്നേഹം കൊണ്ടാ നിന്റെ അമ്മയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചത്. ആ വേലായുധം നിന്നെ നിന്റെ അമ്മയും ചതിക്കായിരുന്നു. പണം സ്വന്തമാക്കിയിട്ട് നിന്റെ അമ്മയെ തെരുവിലിറക്കി വിട്ടു. ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടാ കണ്ടെത്താൻ കഴിഞ്ഞത്. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. That's it. It's okay. Thank you. Thank you, my boy. Daddy, no, Daddy, ഞാൻ വരില്ല. Sharon, Sharon, Daddy, please, Daddy. മോനെ, ചെറുപ്പത്തിൽ എനിക്ക് വേണ്ടി നീ ജയിലിൽ പോയി. വീണ്ടും എനിക്ക് വേണ്ടി ആ പെൺകുട്ടിയെ ഉപേക്ഷിക്കുന്നു. Sharon, എന്തിനാടാ? വേണ്ട, നീ പോയി അവളെ വിളിച്ചോണ്ട് വാ. ചെല്ലടാ, വേഗം ചെല്ല്. ചെന്ന് വീണ്ടും വിളിച്ചോണ്ട് വാ അദ്ദേഹത്തെ അവളെ. വിഷമിപ്പിക്കാൻ പാടില്ല. Daddy, please. വേണ്ടമ്മേ. നിക്ക്. നിന്നോടൊരു കാര്യം പറയട്ടെ. നിന്നെ പോലെ അമ്മയെ സ്നേഹിക്കുന്ന ഒരുത്തനോട് എനിക്ക് ബഹുമാനമുണ്ട്. ആരോ ഒരുത്തൻ നിന്റെ പെണ്ണിനെ പിടിച്ചോണ്ട് പോയത് നീ കണ്ടില്ലടാ. നിന്റെ പെണ്ണിനെ പോയി രക്ഷിക്കേ. ചെല്ല്. അമ്മേ, ശ്രദ്ധിച്ചോ. एक मिनट। माटू भाई, कौन आ रहे तू साले? काम से आए? നിന്നെ എനിക്ക് ഒന്നുകൂടി കാണണം. ആജാ. Cool, baby.
എന്തിനാടാ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്? ഡ്രഗ്സ് അടിച്ചപ്പോ തോന്നിയതാ? പിന്നെ വേറെന്തെങ്കിലും ഉദ്ദേശമായിരുന്നോ? ഇഷ്ടം തോന്നിയത് കൊണ്ട്. എന്തിഷ്ടം? നിന്നെ കൊല്ലാനുള്ള ഇഷ്ടം എനിക്ക്. ബദല? റിവെഞ്ച്? എന്ത് ചെയ്തടാ നിന്നോട്? നിന്നെ ഞാൻ ഉപദ്രവിച്ചോ? അതോ നിന്റെ കുടുംബത്തിന് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? ഏതാ നിന്റെ നാട്? ഞാൻ എത്രയോ പേരുടെ തന്തമാരെ കൊന്നിരിക്കുന്നു. അതിൽ ഏതവന്റെ മോനാടാ നീ? तेरा अप्पा का नाम क्या है? तेरा एड्रेस बताओ ना, थोड़ा आइडिया मिलेगा. പറയടാ. പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല. നിന്നെ കൊല്ലുക എന്നുള്ള ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. നീ ചോദിച്ചാൽ പറയില്ല. ഞാൻ പറയിക്കാം. എന്ത് നോട്ടാടത്? നിന്നെ ഇങ്ങനെ ഒന്ന് അടുത്ത് കിട്ടാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. അതെയോ? ക്യൂമായ ബാങ്കോക്ക് വേട്ടയാടാൻ വേണ്ടി. എന്നെയോ?